या रसूल अल्लाह बड़ी गरीबी है, अगर हुजूर के रोज़े की ईद हो जाए कसम खुदा। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मदिन अल-फातिह लिमा उग़लिक़ वल ख़ातिम लिमा सबक़ नासिरुल हक़्क़ बिल हक़्क़ि वल हादी इला सिरातिकल मुस्तक़ीम व अला आलिहि हक़्क़ क़द्रिहि व मिक़्दारिहिल अज़ीम। ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ നമ്മുടെ കൂട്ടുകാരെ, പ്രത്യേകിച്ച് ഇലാ ഹളറത്തി അൽ മദീന സ്വലാത്ത് ഗ്രൂപ്പിലുള്ളവരും നമ്മുടെ ചാനലിൽ മെമ്പറായവരും അതോടൊപ്പം തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നതും കേൾക്കുന്നതും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന വാക്കുകളാക്കി മാറ്റി ഇരുലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുന്ന വലിയൊരു അഅ്മാലുകളിൽ പെടുത്തട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണൽ എന്നുള്ള ശീർഷകത്തിൽ തുടങ്ങിയ ചില ഭാഗങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. 12ഓളം ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ചെറിയ ചെറിയ ഭാഗങ്ങളിലായി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഭാഗങ്ങൾ വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ കാര്യങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഹബീബിനെ കാണൽ ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടത് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരൊക്കെ കാണും, എങ്ങനെയൊക്കെ കാണും എന്നൊക്കെ. ഒരുപക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് കണ്ടിരിക്കാം ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ മുസ്ലിമാണെന്നോ അമുസ്ലിമാണെന്നോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണെന്നോ സ്നേഹിക്കാത്തവരാണെന്നോ അങ്ങനെ ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കിട്ടിയവർ അത് കാണും. അത് വേറൊരു വിഷയമാണ്. നമ്മുടെ വിഷയം ആദ്യം വേണ്ടത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ആഷിഖ്, ഒരു ഹബീബ്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, ഒരുപാട് അതിനുവേണ്ടി നീയത്തുകൾ വെച്ച്, ഒരുപാട് പ്രത്യേകമായ സൽക്രമങ്ങളൊക്കെ ചെയ്ത്, ഒരുപാട് സയ്യിദന്മാരും ഉസ്താദുമാരോടും മാതാപിതാക്കളോടും പിഞ്ചു ചെറിയ മക്കളോടൊക്കെ നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഹബീബിനെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യണമെന്ന്. ഈ പറയുന്നതോടൊപ്പം നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് വളരെയേറെ ഒരു ആത്മവിശ്വാസം വേണം. നമുക്ക് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടാവണം. അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നമ്മൾ തട്ടിമാറ്റേണ്ടതാണ്. അത് നമ്മുടെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടുകളയുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റുകയില്ല എന്ന് പറയുന്നതും, കാണാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വരും, ഒരുപാട് അധ്വാനിക്കേണ്ടി വരും എന്ന് പറയുന്നതും, അങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മളെപ്പോലെയുള്ളവർ വളരെയേറെ നിരാശാബാധിതരാകും. അങ്ങനെ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും എന്നുള്ള വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നേറുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ കണ്ട ചരിത്രമാണ് നമുക്കിടയിലുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വലിയൊരു ആലിമാകണമെന്നില്ല, വലിയ സൂഫിയാകണമെന്നില്ല, ഒരുപാട് അറിവ് വേണമെന്നില്ല, ഒരുപാട് അമലും വേണമെന്നില്ല. മറിച്ച് ഉള്ള ചെറിയ അമലുകളാണെങ്കിലും, കുറച്ചൽപ്പം സ്വലാത്താണെങ്കിലും ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു ഇഷ്കുണ്ട്. ഒരുപക്ഷെ സ്വലാത്തിൻ്റെ എണ്ണത്തിലായിരിക്കില്ല പ്രാധാന്യം ആ വ്യക്തിക്ക്.
ഒരുപക്ഷെ വളരെ പവിത്രമായിക്കൊണ്ട് രാത്രികളിൽ ഒരു ഹബീബ് ചൊല്ലുന്ന സ്വലാത്ത് ഒരുപക്ഷെ കുറഞ്ഞതായിരിക്കാം. പക്ഷേ വളരെ മാധുര്യത്തോടു കൂടി, വളരെ ഹബീബായ തങ്ങൾക്ക് സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഒരല്പം സ്വലാത്തുകൾ സമർപ്പിക്കുന്ന ഹബീബുമാരുണ്ട്. ഇനി ഒരുപാട് ഇഷ്കിലായി തന്നെ ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് 10,000 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഞാനൊരു സ്വലാത്ത് ഗ്രൂപ്പിൽ കണ്ടതാണ്. 10,000-ഉം 9,000-ഉം 12,000-ഉം സ്വലാത്തുൽ ഫാത്തിഹ ദിനേന ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ. അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അങ്ങനെയല്ല, അങ്ങനെയുണ്ട് ഒരുപാട് ആശിഖ്യങ്ങൾ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരല്പം സ്വലാത്ത് ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി സമർപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ. അപ്പം നമ്മൾ കുറച്ചാണെങ്കിലും അത് നല്ല ആത്മാർത്ഥതയോടു കൂടി ചെയ്യുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടങ്ങ് ചോദിക്കുക. നമ്മുടെ മനസ്സിലുള്ള കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. റഹ്മാനായ അല്ലാഹ്, അതിൻ്റെ തൗഫീക്ക് നീ ഞങ്ങൾക്ക് തരണം. നീ അത് ഒരുപാട് ആൾക്കാർക്ക് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട യൂസുഫ് നബാനി റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അവിടുത്തെ സ്വഹാബക്കൾ എങ്ങനെയാണോ കണ്ടത്, എനിക്ക് നീ അതുപോലെ കാണിച്ചു തരണമേ എന്ന്. അങ്ങനെ ഒരുപാട് മഹാന്മാർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം കണ്ടവരുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല കാണാത്തവർക്ക് ഹബീബായ തങ്ങളെ കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കണ്ടവർക്ക് ഇനിയും കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതേപോലെയാണ് ബഹുമാനപ്പെട്ട മദീനയിലേക്ക് ഇതുവരെ പോവാത്തവർക്ക് പോവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മദീനയുടെ മണ്ണിൽ ഇങ്ങനെ കൈവെക്കാനുള്ള ഒരു സുഖം, മാഷാ അല്ലാഹ്. അതിൻ്റെ മണൽത്തരികൾ എടുത്തുകൊണ്ട് ഒന്ന് ഉമ്മ വെച്ച് നെഞ്ചോട് ചേർത്ത് വീണ്ടും അത് മദീനയിലേക്ക് തന്നെ വിടാൻ, അത് വല്ലാത്തൊരു സുഖമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഭാഗ്യം ഒരുപാട് തവണ നൽകട്ടെ. ആമീൻ. നമ്മൾ പറഞ്ഞു വന്നത്, വളരെയേറെ ആത്മവിശ്വാസം നമുക്ക് വേണം ഹബീബായ തങ്ങളെ കാണും എന്നുള്ളതിൽ. രണ്ടാമത്തത്, കാണാൻ ഒരുപാട് നമ്മൾ കൊതിക്കുക എന്നുള്ളതാണ്. കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി കാണണമെന്ന് ഒരുപാട് കൊതിച്ച്, ഒരുപാട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, നമ്മുടെ രാത്രികൾ ഉറങ്ങുമ്പോൾ നമ്മുടെ നിയത്ത്, നമുക്ക് ഉറക്കുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളെ കാണാനുള്ള ഉറക്കാണ് എന്നുള്ള വലിയ നിയത്തിൽ തന്നെ സുന്നത്തുകളെല്ലാം പാലിച്ച് ശുദ്ധിയോട് കൂടി നല്ല റാഹത്തിൽ കിടന്നുറങ്ങുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാൾ വരും. ഒരു പക്ഷേ നിൻ്റെ അരികിലേക്ക് വരാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയം തിരഞ്ഞെടുത്തിട്ടുണ്ടാവൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഖൈറായ ഒരു ദിവസം, ഖൈറായ ഒരു സമയത്ത് നിന്നരികിലേക്ക് രാത്രിയിൽ വരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരൊക്കെയാണോ കാണാൻ കൊതിച്ചിട്ടുള്ളത് അവരൊക്കെ തങ്ങൾ വന്ന് കണ്ടുപോകും. ഇൻഷാ അല്ലാഹ് നമുക്കും അങ്ങനെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ടവരോട് കണ്ട വിശേഷങ്ങൾ ചോദിക്കുക. എല്ലാവരും പറഞ്ഞോളണം എന്നില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ പറഞ്ഞ് അറിവിലുള്ളവർ നമുക്കിടയിലുണ്ട്. അതൊരു ഭാഗ്യമാണ്. എല്ലാ സ്വപ്നങ്ങളും എല്ലാവരോടും പറയണമെന്നില്ല. ഇൻഷാ അല്ലാഹ് വരും ഭാഗങ്ങളിൽ നമുക്കങ്ങനെയുള്ള വലിയ വലിയ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അവസാനമായി ഓർമ്മിപ്പിക്കാനുള്ളത് സ്വന്തം എൻ്റെ ശരീരത്തോടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും പ്രത്യേകിച്ച് എന്നോടും തന്നെയാണ്. സ്വലാത്ത് അത് കുറഞ്ഞത് ഒരു 300 ചൊല്ലണമെന്നാണ്. 500 സ്വലാത്ത് ചൊല്ലിയാൽ മാഷാ അല്ലാഹ് അതിനൊരുപാട് ഫളായിലുകളുണ്ട്. 1000 ചൊല്ലുന്നവരാണെങ്കിൽ അത് വളരെയേറെ മഹത്വമാണ്. അങ്ങനെ ഓരോ ഫളായിലുകൾ എടുത്തു പറഞ്ഞ മഹാന്മാരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലൊക്കെ വരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലൂടെ സഞ്ചരിക്കാനുണ്ട്. ഹബീബായ തങ്ങളുടെ ശരീര സൗന്ദര്യത്തിലൂടെ സഞ്ചരിക്കാനുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹബീബായ തങ്ങളെ ഇങ്ങനെ മുഖത്തിൽ
ഹബീബായ തങ്ങളെ ഇങ്ങനെ നമ്മൾ കാണണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.